ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റിൻ്റെ ബേസിക് ഐഡിയ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് എക്സിന് 0 വരുന്ന സമയത്ത് നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ 0 അല്ലാത്ത കേസുകളിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വരിക? 1/x. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സിന് എന്ത് കൊടുക്കുക? എക്സ് 1 വരുന്ന കേസിൽ എക്സ് 1 ആണ് വരുന്നതെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും? എക്സിന് 1 കൊടുക്കുക. ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ത് വരും? 1/1, അതായത് എന്താ വരിക? 1. അപ്പോൾ എക്സ് 1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെ? 1 വരും. ഇനി എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എന്താ വരിക? ഈ കേസിലാണ് വരിക. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, അതായത് 1/2 വരും. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്ത ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 1 വരികയാണെങ്കിൽ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരും. 2 ആകുമ്പോൾ എന്താ വരിക? 1/2 വരും. 3 ആകുമ്പോൾ 1/3. അങ്ങനെ ഏതിലും കൂടി വരും? നെഗറ്റീവ് വാല്യൂസിൻ്റെ കേസിലും വരും. അതായത് -1 കൊടുക്കുകയാണെങ്കിൽ ഏത് വരും? -1 തന്നെ വരും. -1/1 എന്ന് പറയുന്നത് -1. അപ്പോൾ നമ്മളെ ഗ്രാഫ് ഇങ്ങനെയാണ്. അതായത് ഈ റെഡിൽ മാർക്ക് ചെയ്ത കേർവ് ആണ് എന്ത് വരിക? നമ്മളെ ഗ്രാഫ് വരുന്നത്. രണ്ട് ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റിംഗ് കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് അല്ല, ഇവിടെ ജി ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയണം. ഓക്കെ, ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? അപ്പോൾ നിങ്ങൾ നോക്കുക, എക്സ് 0യിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 0 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സിന് പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുന്ന സമയത്ത്, അതായത് 4, 3, 2, 1 ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ്, അതായത് ഈ റെഡിൽ വരുന്ന ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വന്ന് മേലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഏത് സ്ഥലത്താണ് എത്തുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ മേലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നുള്ള കേസാണ് പറഞ്ഞത്. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ മേലോട്ടേക്കാണ് വരുന്നത്. ഇനി നേരെ മറിച്ച് ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. നെഗറ്റീവ് വാല്യൂസ് പറയുമ്പോൾ എന്താ? -2, -1 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് നിന്നാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് റെഡിൽ മാർക്ക് ചെയ്ത് ഇതിങ്ങനെ താഴോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ മേലോട്ടേക്ക്, ഏത് വാല്യൂ ആണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് +∞ മേലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ +∞, ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ എന്താണ്? നേരെ താഴോട്ടേക്കാണ്. താഴോട്ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആക്സിസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? -∞. ഓക്കെ, അപ്പോൾ എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ ജി ഓഫ് എക്സ് ഏതിലേക്കാണ് പോകുന്നത്? പോസിറ്റീവ് ആകുമ്പോൾ +∞ നെഗറ്റീവ് ആകുമ്പോൾ ഏതിലേക്കാണ് വരുന്നത്? -∞ വരുന്നത്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റൂല, ഇത് ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്കാണ്, അതായത് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിലും പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിലും ഒരു വാല്യൂലേക്കല്ല ഇത് അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് +∞ ഒന്ന് -∞ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ജി ഓഫ് എക്സിന് ലിമിറ്റിംഗ് വാല്യൂ, അതായത് 0യിൽ ജി ഓഫ് എക്സ് ലിമിറ്റിംഗ് വാല്യൂ ഇല്ല, അതായത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ജി ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇനി ഇതേ കേസ് തന്നെ എക്സ് 1ലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കാം. എക്സിൻ്റെ വാല്യൂ 1ലേക്കാണെങ്കിൽ അപ്പോൾ എക്സ് ടെൻസ് ടു 1, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക. അതായത് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്? ഈ റെഡ് ലൈൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇങ്ങനെ വന്ന് ഇവിടെ വരുന്നു. ഓക്കെ,
സെയിം അതേപോലെ തന്നെ റൈറ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ റൈറ്റിൽ നിന്ന് വണ്ണിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ഒരു പോയിന്റിലേക്ക്. ഈ പോയിന്റ് ഏതാണ് വരുന്നത്? 1 എന്നുള്ള പോയിന്റാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഏതിലേക്ക്? 1ലേക്ക് ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഈ പോയിന്റിൽ, ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? 1 എന്നുള്ള പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. ഇനി റൈറ്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അതായത് റൈറ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ഏത് പോയിന്റിലേക്ക് തന്നെയാണ്? 1 എന്നുള്ള പോയിന്റിലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 g ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ. ഇനി ഇതേ കേസിൽ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 g ഓഫ് എക്സിൻ്റെ വാല്യൂ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 g ഓഫ് എക്സ്. അപ്പോൾ എക്സ് 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സിൽ 2 എവിടെയുള്ളത് നോക്കുക, ഇവിടെയാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും 2ലേക്ക് അപ്രോച്ച് ചെയ്യുക, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് ഈ വാല്യൂ വരുന്നത്. ഇതേത് പോയിന്റാണ്? 1/2 എന്നുള്ള പോയിന്റ്. അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഏത് പോയിന്റ് തന്നെ? 1/2. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 g ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വരും? 1/2 വരും. ഓക്കെ. അങ്ങനെ 3 ആണെങ്കിലും 4 ആണെങ്കിലും അങ്ങനെ ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ഏതാണ് വരുന്നത്? 0ൽ. 0ൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്കും, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും പോകുന്നു. അപ്പോൾ ആ 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേറൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. h ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ സൈൻ 1/x. അത് നമ്മൾ ഓരോരോ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്തത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ വാല്യൂ എന്ത് തന്നെ? 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ 0ൽ, അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ സൈൻ 1/x ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതായത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് എന്ത്? സൈൻ 1/xൻ്റെ എല്ലാ വാല്യൂസും ഉള്ളത്. ഓക്കെ. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. -1ലേക്ക് വരുന്നു, 1ലേക്ക് വരുന്നു, -1ലേക്ക് വരുന്നു, അങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ 0ൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്നുകിൽ 1ലേക്ക് പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള പോയിന്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ സംശയം കൂടാണ്ട് നമുക്ക് എന്ത് തന്നെ പറയാം? അത് 0 തന്നെയാണ് വരുന്നത്. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ റെഡ് ലൈൻ നോക്കുക. അപ്പോൾ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോവുക 1ലേക്കും -1ലേക്കും. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള പോയിന്റ് നമുക്ക് ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 h ഓഫ് എക്സിൻ്റെ വാല്യൂ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 h ഓഫ് എക്സിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് 0ലേക്കാണ്. റൈറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ കേസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് +1ൻ്റെയും -1ൻ്റെയും ഇടയിൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 0ൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 h ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ അല്ലേ? നേരെ മറിച്ച് -1ൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കുക. -1, അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -1 h ഓഫ് എക്സ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു -1 h ഓഫ് എക്സ് എന്താ വരിക? അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1, അതെവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് -1. അപ്പോൾ ഇത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഇവിടെ ഈ പോയിന്റ് ഏതിലെ പോയിന്റ് തന്നെയാണ്? 0 എന്നുള്ള പോയിന്റാണ്. അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിലും ഈ ഫംഗ്ഷൻ റെഡ് ലൈന് എങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്? 0ലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു -1 h ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വരിക? -1. ഓക്കെ.
ഇത് ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് ഏതാ ഗ്രാഫ് എന്നോ എങ്ങനെയാണുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഏതൊക്കെ പോയിന്റ്സ് എവിടെയാണുള്ളത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഫംഗ്ഷൻ, അതായത് റെഡ് ലൈനിൽ മാർക്ക് ചെയ്തതാണ് നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂസ്. ഇനി നിങ്ങൾ ഓരോന്നോരോന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1, പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2, പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1. ഈ 4 കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ 1ൻ്റെ കാര്യം തന്നെ നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1, 1ൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ 1 എവിടെയാണുള്ളത്, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ, ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ, അതിങ്ങനെ വന്ന് ഏത് പോയിന്റിൽ 1 എന്നുള്ള പോയിന്റിലാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്ക് തന്നെയാണ് പോകുന്നത്, 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒരു ഡൗട്ടും കൂടാണ്ട് നമുക്ക് എന്ത് പറയാം, അത് 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0ൻ്റെ കാര്യം എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ കാര്യം. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 0 വരുന്നത്, അത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക, അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. ഏത് പോയിന്റിലേക്കാണ് പോകുന്നത്, -1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ശരിക്കും 0യിൽ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0, അതാണ് ഇവിടെ ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് 0 ആണ്. ഓക്കെ, ഇനി അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്കാണ് പോകുന്നത്, -1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് എടുക്കുക. റൈറ്റിൽ നിന്നാകുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇതിവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇടുന്നെങ്കിൽ ഏതിലേക്കാണ് പോകുന്നത്, 1 എന്നുള്ള വാല്യൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ -1ലേക്കും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 1ലേക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ലിമിറ്റാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്കാണ് അത് അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 എഫ് ഓഫ് എക്സിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2, എക്സിൻ്റെ വാല്യൂ -2 ആകുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ പോയിട്ട് ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്, 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും 0 അല്ല, ഏതിലേക്കാണ് പക്ഷെ അപ്രോച്ച് ചെയ്യുന്നത്, അപ്രോച്ചാണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അത് 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. റൈറ്റ് എന്നുള്ള കേസാണെങ്കിൽ ഏതായത് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്, അതും ഏതിലേക്ക് തന്നെ 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് വരിക, 0 ആണ് വരിക. ലിമിറ്റിംഗ് വാല്യൂ 0. പക്ഷേ എഫ് ഓഫ് -2ൻ്റെ വാല്യൂ എത്രയാണ്, എഫ് ഓഫ് -2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ അതിവിടെ എന്താണ്, ഒരു ഹോളാണ് ഇട്ടിരിക്കുന്നത്. ഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്, അത് 0 അല്ല, വേറെ ഏതോ ഒരു വാല്യൂ ആണെന്നുള്ളതാണ് ഈ ഹോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് -2 ഇവിടെ ഡിഫൈൻഡ് അല്ല. എഫ് ഓഫ് -2 ഡിഫൈൻഡ് അല്ലെങ്കിൽ കൂടെ നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1, എക്സിൻ്റെ വാല്യൂ -1ലേക്ക് പോകുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെയാണ് പോകുന്നത്. അതേത് വാല്യൂ, -1. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്കാണ് പോകുന്നത്, -1ലേക്കാണ് പോകുന്നത്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വരിക, -1. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏത് ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാലും ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒന്നുമില്ല, അത് എക്സിൻ്റെ വാല്യൂ ഏതാ നോക്കുക, അത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക,
ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് റൈറ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടേക്ക് സെയിം പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഡിഫറെൻറ്റ് പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവിടെ പോയിന്റ് ഇല്ലാന്നുണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ വേറൊരു ഗ്രാഫാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് ലിമിറ്റ് ഏതാണ് വരിക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എക്സ്റ്റെൻസ് ടു 1 ആണെങ്കിൽ ഇവിടെ എന്താണ്, ലെഫ്റ്റ് നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്, ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഈ പോയിന്റ് ഏതാണ്, 1 എന്നുള്ള പോയിന്റാണ്. അപ്പോൾ ഇത് 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് ആണെങ്കിൽ. ഇനി റൈറ്റ് നിന്ന് എങ്ങനെ വരിക, റൈറ്റ് നിന്ന് 1ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പോയിന്റ് 0 ആണ്. അപ്പോൾ ഈ 0 എന്നുള്ള പോയിന്റ് ഇവിടെ ഏത് പോയിന്റാണ്, 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യോ, ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരു പോയിന്റിൽ, അതായത് 1ൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്താ വരിക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് 2ലേക്ക് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെയാണ് 2 വരുന്നത്. ആ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് ഏതിലേക്കാണ്, 1ലേക്കാണ്. അതേപോലെ തന്നെ റൈറ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ പോയിട്ട് ഏതിലേക്ക് വരും, 1ൽ സെയിം വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വരിക, 1. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എന്ന് പറയുമ്പോൾ എന്താണ്, ലെഫ്റ്റ് നിന്ന് 3ലേക്ക് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, ഇങ്ങനെ പോയിട്ട് 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഏതിലേക്ക് വരും, 0 വരും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക, 0. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുക. ലെഫ്റ്റ് നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഏതാണ് വരുന്നത്, 0. റൈറ്റ് നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ റൈറ്റ് നിന്ന് ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്കാണ്, 0ലേക്ക്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് വരും, 0 വരും. ഓക്കെ, ഇൻ കേസ് ഈ ഒരു പോർഷൻ ഇല്ല എന്ന് വിചാരിക്കാം, അതായത് ഈ ഒരു പോർഷൻ, അതായത് ഈ റെഡ് ലൈനിൽ ഈ ഒരു പോർഷൻ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് കേസ് എന്തായിട്ട് മാറും, 0ൽ ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ അങ്ങനെ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കാണുന്നില്ല. ഓക്കെ, പക്ഷേ റൈറ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് താഴോട്ടേക്ക് വരുന്നത്, 0ലേക്ക്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, 0ൽ ലിമിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇല്ല, ഫംഗ്ഷന് വാല്യൂ ഇല്ല, അതായത് ഒരു പോയിന്റിലേക്കും അപ്രോച്ച് ചെയ്യുന്നില്ല. പക്ഷെ റൈറ്റ് സൈഡ് നിന്നാകുമ്പോൾ ഏതിലേക്ക്, 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് വരിക. ഓക്കെ, ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം റൂൾ എന്ന് പറയുമ്പോൾ എന്താ വരിക, നമുക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട്, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫംഗ്ഷന്, ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, രണ്ട് ഫംഗ്ഷൻ്റെ കേസാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, ഇസ് ഈക്വൽ ടു, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് അടുത്ത എന്ത് വരും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. ഓക്കെ, അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ, ഇവിടെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്നുള്ള രണ്ട് ഫംഗ്ഷനാണ് എടുത്തത്. അതിൽ ഒരുപാട് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലസ് ഇട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് എന്താണ് ഡിറൈവ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയുക, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് വേർഷൻ എന്നാണ് നമ്മൾ പറയുക അതിന്. അതായത് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിന് പകരം
f1 of x, f2 of x, f3 of x അങ്ങനെ എക്സെട്ര fn of x അങ്ങനെ കൊടുക്കുക. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, ഇവിടെ പ്ലസിന് പകരം എന്ത് കൊടുക്കുക? ഇൻറ്റു കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, രണ്ട് ഫംഗ്ഷൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഏത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. ഓക്കെ, ഇത് രണ്ട് ഫംഗ്ഷൻ്റെ കാര്യമാണ്. പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോന്നിന് സെപ്പറേറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. രണ്ട് കൂടുതൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് റെസിപ്രോക്കൽ റൂൾ. റെസിപ്രോക്കൽ റൂൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് 1/f ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ, ഇതാണ് ലിമിറ്റിന് 1 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ്. 1 ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നമുക്ക് കൊടുക്കാം. ഇതിന് പക്ഷെ എന്ത് ആവാൻ പാടില്ല? പ്രൊവൈഡഡ് ഈ ലിമിറ്റ് നമുക്ക് എന്താവാൻ പാടില്ല? ഡിനോമിനേറ്ററിൽ ലിമിറ്റ് 0 ആവാൻ പാടില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 വരുന്ന കേസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവാൻ പാടില്ല. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, രണ്ട് ഫംഗ്ഷൻ എടുക്കുക, എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു, മേലെ താഴെ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. ഏത് 0 ആവാൻ പാടില്ല? ഡിനോമിനേറ്റർ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, ഒരു കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? സി തന്നെയാണ് വരിക. കാരണം നമുക്ക് എക്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂവിനാണ് എക്സ് നോട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എല്ലാം വരികയാണെങ്കിൽ അത് സെയിം, അത് തന്നെയാണ് എന്ത് വരിക? ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് വരിക. ഇൻ കേസ് ഇതിൻ്റെ ഉള്ളിൽ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് സി ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് വരുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ പുറത്തേക്ക് എടുക്കാം? ഈ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കാം. സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് വരും. ഓക്കെ, ഇതാണ് ഇത് വരിക? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ വരിക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ. ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ എക്സ് നോട്ട് ആണുള്ളത്. അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് നോട്ട്. അതാണ് ഇത് വരിക? ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഫംഗ്ഷൻ റൂൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് ക്ലിയർ ആക്കുക. ഓക്കെ, താങ്ക് യു.